നമസ്കാരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായി ശ്രീ രാഹുൽ ഗാന്ധി രാജ്യത്ത് നടത്തുന്ന പോരാട്ടം ശരിയാണെന്ന് തെളിയുന്നു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇ.ഡി. മോഡി അവിശുദ്ധ കൂട്ടുകെട്ടിന് കനത്ത ആഘാതമേൽപ്പിക്കുന്ന ഒരു വിധി പുറപ്പെടുവിച്ചു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ ബി.എം. പാർവതിയെയും കർണാടക മന്ത്രി സുരേഷിനെയും പ്രതികളാക്കി ഇ.ഡി. ചാർജ് ചെയ്ത മുഡ ലാൻഡ് അലോട്ട്മെന്റ് കേസ് തള്ളിയ കർണാടക ഹൈക്കോടതിയുടെ വിധിക്കെതിരായിട്ടുള്ള അപ്പീൽ തള്ളി ഇ.ഡിയെ അതിനിശ്ചിതമായി വിമർശിച്ചാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായത്. ലെറ്റ് ദ പൊളിറ്റിക്കൽ ബാറ്റിൽ ബി ഫോട്ട് ഇൻ ദ ഇലക്ടറേറ്റ്, വൈ ആർ യു ബീങ് യൂസ്ഡ് എന്നാണ് ഇ.ഡിയോട് കോടതി ചോദിച്ചത്. എന്താണ് കാരണം? തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ നടക്കട്ടെ, ഇ.ഡിയെ എന്തിനാണ് അതിനുപയോഗിക്കുന്നത്, അന്വേഷണ ഏജൻസികളെ എന്തിനാണ് അതിനുപയോഗിക്കുന്നത് എന്നാണ് കോടതി ചോദിച്ചു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിയും ജസ്റ്റിസ് വിനോദ് ചന്ദ്രനും ഉൾപ്പെടുന്ന ബെഞ്ചാണ് ഇ.ഡിക്കെതിരെ അതിശക്തമായ ഭാഷയിൽ ഈ വിധി പുറപ്പെടുവിച്ചത്. ഇ.ഡിയോട് സുപ്രീം കോടതി പറഞ്ഞു, തീരുമാനം വോട്ടർമാർക്കാണ് വിടേണ്ടത്, അല്ലാതെ കോടതിക്കോ അന്വേഷണ ഏജൻസികൾക്കോ അല്ല. നിങ്ങൾക്കെതിരെ കഠിനമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മര്യാദയ്ക്ക് വേണം എന്നാണ് സുപ്രീം കോടതി ഇ.ഡിക്ക് മുന്നറിയിപ്പ് കൊടുത്തത്, ലാസ്റ്റ് വാർണിംഗ് കൊടുത്തത്. സിദ്ധരാമയ്യയുടെ ഭാര്യ ബി.എം. പാർവതിയും മന്ത്രി സുരേഷും പ്രതികളായി ഇ.ഡി. ചാർജ് ചെയ്ത കേസ് നേരത്തെ തന്നെ കർണാടക ലോകായുക്ത തള്ളിയതാണ്. എന്നാൽ നരേന്ദ്രമോദിക്ക് തൃപ്തിയായില്ല, ബി.ജെ.പിക്ക് തൃപ്തിയായില്ല. മോഡി ഇ.ഡിയെ കയറൂരി വിട്ടു. ഇ.ഡി. കേസുമായി കർണാടക ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി അടിസ്ഥാനമില്ലാത്ത രാഷ്ട്രീയ പ്രേരിതമായ കെട്ടിച്ചമച്ച കേസ് എന്ന് പറഞ്ഞ് അത് തള്ളി. ഇ.ഡി. സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധ നീക്കത്തിനെതിരെ സുപ്രീം കോടതി നടത്തിയ ഈ വിധി ചരിത്ര പ്രധാനമാണ്. ഇത് കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിയുടെ ഭരണകൂടത്തിനും പ്രധാനമന്ത്രി മോദിക്കും എതിരായുള്ള രാജ്യത്തെ പരമോന്നത കോടതിയുടെ വിധിയാണ്, വിലയിരുത്തലാണ്. ഇനിയെങ്കിലും ബി.ജെ.പി രാഷ്ട്രീയ വേട്ടയാടൽ അവസാനിപ്പിക്കണം. ഇതോടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമെതിരായി ബി.ജെ.പി ദേശവ്യാപകമായി നടത്തിയ നുണപ്രചരണത്തിൻ്റെ മുനയാണ് സുപ്രീം കോടതി ഒടിച്ചു കളഞ്ഞത്. ഇതാദ്യമായല്ല സുപ്രീം കോടതി ഇ.ഡിക്കെതിരെ കടുത്ത പ്രയോഗങ്ങൾ നടത്തുന്നത്. ഇ.ഡി എല്ലാ അതിരുകളും കടക്കുന്നതായി നേരത്തെ തന്നെ സുപ്രീം കോടതി വിലയിരുത്തി. മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് ഇ.ഡി സൂപ്പർ അന്വേഷണ ഏജൻസിയല്ല, അങ്ങനെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അധികാരമില്ല എന്നാണ്. പൗരന്മാരെ ഹരാസ് ചെയ്യുന്ന നടപടി ഒഴിവാക്കണമെന്നാണ് ബോംബെ ഹൈക്കോടതി ഇ.ഡിയോട് ആവശ്യപ്പെട്ടത്. കോടതികൾക്ക് പിന്നാലെ കോടതികൾ, ജഡ്ജിമാർക്ക് പിന്നാലെ ജഡ്ജിമാർ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് നരേന്ദ്രമോദി രാഷ്ട്രീയപരമായി എതിരാളികളെ വേട്ടയാടാൻ, ഉന്മൂലനം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിക്കുന്നു എന്നാണ്. അങ്ങനെ വീണ്ടും വീണ്ടും ഇ.ഡി മോഡി നെക്സസ് ഓരോന്നോരോന്നായി വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ആരും മറക്കരുത്, 2014 മാത്രം 121 രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായാണ് ഇ.ഡി കള്ളക്കേസുകൾ ചമച്ചുണ്ടാക്കിയത്. അതിൽ 115ഉം കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യയിലെ പ്രമുഖ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായാണ് ചമച്ചത്. ഓർക്കുക, ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചാർജ് ചെയ്ത ആകെ കേസുകളുടെ 95%. നരേന്ദ്രമോദി ഓർക്കണം, നിങ്ങൾക്ക് ഏജൻസികൾ നിയന്ത്രിക്കാം, നിങ്ങൾക്ക് നുണ പ്രചരിപ്പിക്കാം, പക്ഷെ സത്യത്തെ എല്ലാ കാലത്തേക്കും നിങ്ങൾക്ക് മൂടിവെക്കാൻ കഴിയില്ല. ഇപ്പോൾ സത്യം പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ നീതിന്യായ പീഠത്തിൽ നിന്നുമാണ്. ഇനിയെങ്കിലും നരേന്ദ്രമോദി ബി.ജെ.പി പാഠം പഠിക്കാൻ തയ്യാറാകണം. കേരളം ഉൾപ്പെടെയുള്ള ബി.ജെ.പിക്ക് പ്രിയമായ സംസ്ഥാനങ്ങളിൽ ഇ.ഡി കുരയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവർ കടിക്കില്ല, കേസെടുക്കില്ല, കോടതിയിൽ പോകില്ല. ഈ ഇരട്ടത്താപ്പും കോടതി വ്യക്തമാക്കിയുണ്ടായി. ഇ.ഡിയെയും അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് ബി.ജെ.പി നടത്തുന്ന ഇത്ര ഹീനമായ രാഷ്ട്രീയ വേട്ടയാടലാണ് സുപ്രീം കോടതി അടിച്ച് പൊളിക്കാൻ തയ്യാറായിട്ടുള്ളത്.